ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സോളിസിറ്റർ ഫീസ്, പിന്നെന്താണ് മോർഗേജ് ഫീസ് ഒക്കെ എക്സ്ട്രാ വേണ്ടി എടുത്ത് പറഞ്ഞല്ലോ, സ്റ്റാമ്പ് ഡ്യൂട്ടി. സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സാധാരണക്കാരായിട്ട് ആൾക്ക് ഇതൊക്കെ അവൈൽ ചെയ്യാൻ പറ്റും? അതിന് വേറെ ആരെങ്കിലും ഇടനിലക്കാരായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? നമുക്കെല്ലാം ചെയ്യാൻ പറ്റും? നമ്മൾ അതിന് മോർഗേജ് അഡ്വൈസറിനെ കോണ്ടാക്ട് ചെയ്ത്, ഓക്കെ. മോർഗേജ് അഡ്വൈസർ ആണ് നമ്മുടെ ഡെപ്പോസിറ്റിന്റെ കാര്യങ്ങളും പിന്നെ ആ, ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അറേഞ്ച് ചെയ്യുന്നു അറേഞ്ച് നമ്മളായിട്ട്. ചെയ്യുന്നതല്ല, നമുക്ക് ഗൈഡൻസ് തരുന്നതാണ്. ഗൈഡൻസ് തരുന്നു. ഓക്കെ. ഗൈഡൻസ് തരുന്നത്. അപ്പൊ അത് അതിന്റെ ഒരു ഓളത്തിലങ്ങനെ നടക്കുന്നുള്ളതാണ്. അതെ അതെ, നമ്മൾ ആ സമയം ഡെപ്പോസിറ്റ് അറേഞ്ച് ചെയ്യണം, പിന്നെ ബാക്കി വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിക്കൊക്കെ ഉള്ള മണി അറേഞ്ച് ചെയ്യണം. ഇതിന്റെ ടൈമൊക്കെ എങ്ങനെയാ? ഇപ്പൊ നമ്മളൊരു വീട് കണ്ടു, പിന്നെ നമ്മൾ ഓക്കെ പറയുകയാണെങ്കിൽ എത്ര പെട്ടെന്നാണ് അതിന് ഇതിനൊക്കെ? 3 മുമ്പ് months തന്നെ 3 months ടൈം ആയിരിക്കും. 3 months നമ്മുടെ ഡെപ്പോസിറ്റ് നമ്മുടെ ബാങ്കിൽ കാണിക്കുന്നതാണ് നല്ലത്. എന്ന് ഓക്കെ. വെച്ചാൽ നമ്മൾ വീട് വാങ്ങാൻ പ്ലാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ നമ്മുടെ ഡെപ്പോസിറ്റ് ഉണ്ടാകുന്ന സെയിം ടൈമിൽ തന്നെ ഡെപ്പോസിറ്റ് നമ്മുടെ കാണണം.